നമസ്കാരം. ഇറാൻ എന്ന കരുത്തുറ്റ ശക്തി തങ്ങളുടെ തൊട്ടടുത്ത അയൽ രാജ്യമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ ഒരു ശത്രുതാവളമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അയൽക്കാർ എന്ന ലേബൽ ഇനിയില്ല, പകരം അതൊരു ശത്രുതാവളമാണ്. ഇക്കാര്യമാണ് ഇറാൻ പാർലമെന്റ് അംഗം അലി ഹസ്രൈൽ ഖാൻ വാക്കുകൾ കേവലം മുന്നറിയിപ്പ് മാത്രമല്ല, അതായത് നിലവിലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു മുന്നറിയിപ്പായിട്ടല്ല നമുക്ക് കരുതാൻ സാധിക്കുന്നത്, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ ശക്തമായ വിളംബരം കൂടിയാണ്. ഇറാന്റെ പ്രകോപനത്തിന് പിന്നാലെ പ്രധാന കാരണം 2020 ഒപ്പിട്ട അബ്രഹാം കരാറാണ്. ഇസ്രയേലുമായി UAE കൈകോർത്ത നിമിഷം മുതൽ ഇറാൻ ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കിയിരുന്നു. ഇസ്രയേലിന്റെ ആധുനിക റഡാറുകളും അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും UAEയുടെ മണ്ണിൽ സ്ഥാപിക്കപ്പെട്ടത് ഇറാന്റെ ചാരത്തുള്ള ഒരു ശത്രുകണ്ണായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അയൺ ഡോം ബാറ്ററികളും അവ പ്രവർത്തിപ്പിക്കാൻ ഡസൻ കണക്കിന് ഇസ്രായേലി സൈനികരും UAEയിലേക്ക് എത്തിയത് ഇറാന്റെ പരമാധികാരത്തിന് നേരെ ഉയർത്തുന്ന കടുത്ത വെല്ലുവിളിയായാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വിശ്വസിക്കുന്നത്. ഇസ്രായേലിന്റെ ആയുധ നിർമ്മാതാക്കളായ എൽബിറ്റ് സിസ്റ്റം UAEയിൽ പ്രവർത്തനം ആരംഭിച്ചത് രഹസ്യാന്വേഷണ പ്രവർത്തനത്തിൽ ഏകോപിപ്പിക്കുന്നതിനും ഇറാന്റെ ക്ഷമ നശിപ്പിച്ചു. UAEയുടെ മണ്ണിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു വലിയ തലവേദനയാണ്. അബുദാബിക്ക് പുറത്തുള്ള അൽ ദഫ്ര എയർബേസ് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രങ്ങൾ ഒന്നുകൂടിയാണ്. ഇവിടെയുള്ള നൂതന ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഇറാന്റെ സൈനിക നീക്കങ്ങളെ തത്സമയം നിരീക്ഷിക്കുകയാണ്. ഏപ്രിൽ ഹോർമോസ് കടലിടുക്കിലുണ്ടായ വെടിവയ്പ്പിന് പിന്നാലെ ഈ അമേരിക്കൻ താവളങ്ങൾ തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിനെതിരെയാണ് ഖദം അൽ അൻബിനിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കർശന മുന്നറിയിപ്പ് നൽകിയത്. നിങ്ങളുടെ രാജ്യത്തെ അമേരിക്കക്കാരുടെയും സയനിസ്റ്റുകളുടെയും ഗുഹയാക്കി മാറ്റരുത്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇറാനിയൻ മണ്ണിലെ പല സ്ഫോടനങ്ങളും പിന്നിൽ UAEയുടെ വിരലടയാളം ഉണ്ട് എന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. ഹെംഷം ദ്വീപിലെ ജലശുദ്ധീകരണ കേന്ദ്രത്തിനു നേരെ നടന്ന വ്യോമാക്രമണം UAE വിമാനങ്ങളാണ് നടത്തിയതെന്നും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ ലാവനിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്കും സിറിയയിലെ കേന്ദ്രങ്ങൾക്കും നേരെ നടന്ന ആക്രമണങ്ങൾ, അതായത് UAEയുടെ ഫ്രഞ്ച് നിർമ്മിത മിറാഷ് 2009 വിമാനങ്ങൾ പങ്കെടുത്തതായും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ തെളിവ് സഹിതം പുറത്തുവിട്ടു. UAEയുടെ F-16E വിമാനങ്ങൾ തങ്ങളുടെ അടയാളങ്ങളെ മായ്ച്ചുകൊണ്ട് സിറിയൻ ആകാശത്തും മറ്റും പ്രത്യക്ഷപ്പെടുന്നത് തങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഗൂഢനീക്കമാണെന്നും ഇറാനിയൻ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇറാന്റെ ഏറ്റവും വലിയ ആയുധം ഭൂമിശാസ്ത്രപരമായ അവരുടെ സ്ഥാനമാണ്. ലോകത്തിന്റെ ഊർജ നരമ്പായ ഹോർമോസ് കടലിടുക്കിന്റെ താക്കോൽ ഇറാന്റെ കൈവശമാണ്. UAEയുടെ നിർണായകമായ തുറമുഖമായ ഫുജറൈ ഇറാന്റെ നാവിക പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫുജറയിലേക്കോ അവിടെ നിന്നോ പോകുന്ന ഏതൊരു കപ്പലും തങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും എന്നാണ് IRGC പ്രഖ്യാപിച്ചതോടെ UAEയുടെ സാമ്പത്തിക സുരക്ഷിതത്വം വലിയ ചോദ്യചിഹ്നമായി മാറി. ഇറാന്റെ മിസൈൽ കരുത്ത് ലോകത്തിന് അറിയാവുന്നതാണെന്നും ബഹ്റൈനിലെ ഫുജറൈ ബേസിൽ ഇറാൻ തൊടുത്തുവിട്ട പ്രിസിപ്ഷൻ ഗൈഡ്സ് മിസൈലുകൾ അവരുടെ കൃത്യത തെളിയിക്കുന്നു. എന്തായാലും UAEക്കെതിരെ ഇറാൻ പ്രയോഗിക്കുന്ന ഡ്രോണുകളും മിസൈലുകളും കേവലം ആയുധങ്ങളല്ല, മറിച്ച് മേഖലയിലെ മേധാവിത്വം ഉറപ്പിക്കുവാനുള്ള അവരുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി കൂടിയാണ്. യുദ്ധം വെറും മിസൈലുകളിൽ ഒതുങ്ങുന്നില്ല. വർഷങ്ങളായി ഇറാൻ തങ്ങളുടെ ഇറക്കുമതിക്കായി UAE തുറമുഖങ്ങളുടെയാണ് പ്രധാനമായി ആശ്രയിക്കുന്നത്. എന്നാൽ ബന്ധം വഷളായതോടെ ഇറാനികൾക്കുള്ള വിസകൾ നിർത്തലാക്കുകയും ഇറാനിയൻ ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയും ചെയ്തതുകൊണ്ട് UAE തിരിച്ചടിച്ചു. ഏതായാലും ഇതിന് പകരമായി പാകിസ്ഥാൻ, ഇറാഖ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ പുതിയ കരമാർഗം ഇറാൻ വികസിപ്പിച്ചെടുക്കുകയാണ്. തങ്ങളുടെ സമ്പത്ത്, ആയുധങ്ങളും ആണവ പദ്ധതികൾക്ക് വേണ്ടി ഇറാൻ നശിപ്പിക്കുന്നു എന്ന UAE മന്ത്രി റീം അൽ ഹാംഷിയുടെ വിമർശനം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവീര്യത്തെ ചോദ്യം ചെയ്യുന്നതാണ്. 1971 മുതൽ ഇറാൻ നിയന്ത്രിക്കുന്ന അബു മുസ, ഗ്രേറ്റ് തുൻബോ, ലെസ്റ്റർ തുൻബോ എന്നീ ദ്വീപുകളും ഇന്നും ഇരു രാജ്യങ്ങൾക്കിടയിലും കത്തുന്ന കനലാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കാൻ ഈ ദ്വീപുകൾ ഇറാനെ സഹായിക്കുന്നുണ്ട്. ഈ ദ്വീപുകളുടെ മേലുള്ള അവകാശം UAE വീണ്ടും ശക്തമാക്കുന്നത് ഇറാന്റെ പ്രകോപനം ഇരട്ടിപ്പിക്കുന്നുണ്ട്. ഇറാൻ ഇന്ന് വെറും ഒരു രാജ്യമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ ഒരു പ്രതിരോധ അച്ചുതണ്ടിന്റെ കേന്ദ്രം കൂടിയാണ്.